ഇതിന്റെ ഉള്ളേരിയായിട്ട് അത്യാവശ്യം ഇറങ്ങിപ്പോയിക്കും. എമർജൻസി വണ്ടികളൊക്കെ കക്കാട് ഇരുവങ്ങാടി വഴിക്ക് പോകണമെന്നാണ് നല്ലതെന്നാണ് തോന്നുന്നത്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ കക്കാട് മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കക്കാട് മാളിയക്കൽ പെട്രോൾ പമ്പിന് സമീപമാണ് മണ്ണിടിഞ്ഞു വീണത്. ബസ്സും ലോറിയുമടക്കം വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡിൻ്റെ ഒരു വശത്തെ മണ്ണാണ് ദേശീയപാത പ്രവൃത്തി നടക്കുന്നതിലേക്ക് ഇടിഞ്ഞു വീണത്. ഇതോടെ ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. എമർജൻസി വാഹനങ്ങളും മറ്റു വാഹനങ്ങളും വഴിതിരിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹലോ, ഇത് കക്കാട് കൂരിയാട് റോഡിൽ സർവീസ് റോഡിൻ്റെ ഭിത്തി ഇടിച്ചാണ്ട് താന്ന് പിടിക്കണം. കൂരിയാട് റോഡിൽ മാളിയാക്കൽ പമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ട് വാഹന ഗതാഗതം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയ മട്ടാണ് സംഗതി. കൂരിയാട് ഭാഗത്താണ് വാഹന ഗതാഗതം ഇപ്പോൾ ചില പോരുന്നത് പ്രയാസത്തിലാണ്. വണ്ടികൾ വന്നാൽ കൂടുതൽ ഇടിച്ച് വണ്ടികളടക്കം താഴത്തേക്ക് പോരുന്ന മട്ടാണുള്ളത്. എമർജൻസി വണ്ടികളൊക്കെ കക്കാട് ഇരുവങ്ങാടി വഴിക്ക് പോകണമെന്നാണ് നല്ലതെന്നാണ് തോന്നുന്നത്.